ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഒരു പ്രാവശ്യം പിതാവിന്റെ പാദപ്രത്തിൽ കടന്നു ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നല്ല. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ മിനിറ്റും ഞങ്ങളെ നടത്തിക്കൊണ്ടുവരുന്ന ഞങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ സകല നന്മയെ ഞങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത് ഞങ്ങളുടെ ബലഹീനത്തിലെ രോഗത്തിലെ കർത്താവെ മരണക്കിടക്കുകളിലെല്ലാം ഞങ്ങൾക്ക് മതിയായവനായി ഇരുന്നു. ഞങ്ങൾക്ക് ജീവനും ബലനും ദീർഘായുസ്സും തന്നു. ഇങ്ങനെ കർത്താവെ ഒരു ദിവസം കൂടെ കാണുവാൻ, ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ദൈവം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരം ഇന്ന് ഞങ്ങളോടുകൂടെ ഇരിക്കണം. പ്രാർത്ഥനയ്ക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ ബന്ധനങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, മരണത്തിന്റെ കെട്ടുകൾ എല്ലാം മാറ്റി അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ നീട്ടണമേ. നിന്റെ വീര്യം പ്രവർത്തിക്കണമേ, മഹത്വം വെളിപ്പെടുത്തണമേ. ദൈവത്തിന്റെ വല്ലമ ശക്തി ഓരോരുത്തരുടെ മേലും ഇറങ്ങണമെന്ന്, വ്യാപരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. അടിയനെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. നീ പ്രാർത്ഥിക്കാനുള്ള ശക്തിയും ബലനും കൃപയും തന്നാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥനയ്ക്ക് എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിന്റെ വന്ദനം പറയുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1174 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 1174 ദിവസത്തിലേക്ക് വരുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചിലർ ചിന്തിക്കും, ഇന്ന് പാസ്റ്റർക്ക് വേറെ ബൈബിളൊന്നും അറിയത്തില്ലയോ, വചനം അറിയത്തില്ല, എന്തുവാ ഈ ഒരു അധ്യായം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ചിലർ ചിന്തിക്കാം. കാരണം അവർക്ക് വിശ്വാസം കാണത്തില്ല. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിശ്ചയമായിട്ട് മനസ്സിലാക്കും, ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ആലോചനകൾ തുടർന്ന് ഈ ദിവസങ്ങളിൽ എനിക്ക് തന്ന് എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണ് മങ്ങിയരും തിരിയെ പോലായിരുന്നു എൻ്റെ ജീവിതം. ഒരു നെരിഞ്ഞ നാണലെ പോലായിരുന്നു എൻ്റെ ജീവിതം. കർത്താവ് അത് മാറ്റി എനിക്ക് നല്ല വിശ്വാസം തന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറി, എൻ്റെ പേടി മാറി. എനിക്കൊരു വിടുതലുണ്ട്. ദാനിയേലിൻ്റെ ദൈവം എൻ്റെയും ദൈവമാണ്, അവൻ ജീവനുള്ള ദൈവമാണെന്നുള്ള ആ ബോധ്യത വന്നവർക്ക് ഇത് നല്ല അനുഗ്രഹമായിരിക്കും, വിടുതലേ ഉണ്ടാകും. അതിലൊരു സംശയവുമില്ല. നിശ്ചയമായിട്ടും ദൈവം അത് പ്രവർത്തിക്കും. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് 6-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. 25 നിങ്ങൾ വായിക്കണം. ആണ് 26-ാമത്തെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അവിടെ എന്ത് പറയുന്നു? എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രാജാവ് ഒരു തീർപ്പ് കൽപ്പിച്ചാൽ എല്ലാവരും ഭയപ്പെടും. എന്താന്ന് ചോദിച്ചാൽ, ഈ ദാനിയേലിനെ കുഴിയിലോട്ട് കൊണ്ടിട്ടതിന് ശേഷം, അവനെ കയറ്റിയതിന് ശേഷം അടുത്തൊരു തീർപ്പുണ്ടായല്ലോ. എന്തുവാ? ദാനിയേലിന് വിരുദ്ധമായി കുറ്റം ചുമത്തുന്ന എല്ലാവരെയും, കുടുംബം അവൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കുടുംബം കൊണ്ടിടാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ടില്ലയോ, നശിച്ചു പോയില്ല. ഇത് ദേശം മുഴുവനും അറിഞ്ഞ് മക്കളെല്ലാം പേടിച്ച് വിറച്ച് തല മുട്ടിനകത്തിട്ടുകൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത രാജാവിൻ്റെ ഒരു നിബന്ധന വന്നുകൊണ്ടിരിക്കുക. എന്തുവാ നിബന്ധന? എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. എന്തുമാത്രം ജാതികൾ, എന്തുമാത്രം ദൈവത്തെ ആരാധിക്കുന്നവർ അവരുടെ ദേശത്തിലുണ്ട്. അവരെല്ലാവരും ഇപ്പൊ ആരെ ആരാധിക്കണം? ദാനിയേലിനെ ആരാധിക്കണം, ഭയഭക്തിയോടിരിക്കണമെന്ന് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം ശക്തമായിട്ടാണ് രാജാവ് ഈ വാർത്ത അവിടെ അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. ഈ രാജാവ് നന്നായിട്ട് ഈ ദാനിയേലിന്റെ ദൈവം ആണെന്നുള്ളത് മനസ്സിലാക്കി. ആ ബോധ്യത വന്ന് ഇന്ന് ഈ 6-ാം അധ്യായത്തെ ഇത്രയും ദിവസങ്ങൾ കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഈ രാജാവിന് വന്ന ബോധ്യം നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങളുടെ ഭവനം നശിക്കത്തില്ല, നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾ തകരത്തില്ല, ഒരാപത്തും നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങളുടെ കൈവിട്ടു പോയതെല്ലാം തിരിച്ചു വരും, രക്ഷപ്പെടും. കാരണം ഈ രാജാവിന് വന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരണം. ആ രാജാവിന് അത് വന്നു. ആര് മൂലം വന്നു? ദാനിയേൽ മൂലം. അങ്ങനെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു ഭവനത്തിലോ ഒരു സഭയിലോ ഒരു ദേശത്തിലോ ഉണ്ടെങ്കിൽ അവന്റെ നിമിത്തമാകെ ആ ദേശക്കാർ, വീട്ടുകാർ, സഭക്കാർ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കും. അവിടാണ് നമ്മൾ കാണുന്ന വിഷയം ഇരിക്കുന്നത്. അങ്ങനെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളുടെ പ്രാർത്ഥന മൂലമായി നിങ്ങളുടെ ഭവനത്തിലുള്ളവർ, നിങ്ങളുടെ ദേശത്തിലുള്ളവർ, നിങ്ങളുടെ സമുദായത്തിലുള്ളവർ, നിങ്ങളുടെ സഭയിലുള്ളവർ, നിങ്ങളുടെ രാജ്യത്തിലുള്ളവരെല്ലാം ഈ
ദാനിയേലിന്റെ രാജാവിനെ പോലെ വിശ്വസിക്കണമെങ്കിൽ ദാനിയേലിനെ പോലെ കളങ്കമറ്റവനായി നമ്മൾ ഇരിക്കണം. നമ്മുടെ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കണം. ഏത് പ്രതിസന്ധികൾ വന്നാലും പ്രാർത്ഥന നിർത്തരുത്. ഏത് തടസ്സങ്ങൾ വന്നാലും പ്രാർത്ഥന മാറ്റിവെക്കരുത്. ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ജീവിക്കുന്ന ദൈവത്തെ ജീവനോടിരുന്ന് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തി നശിച്ചു പോകുവാൻ, തകരുവാൻ ദൈവം അവിടെ സമ്മതിക്കത്തില്ല. ഇപ്പൊ രാജാവിന്റെ നിബന്ധന വന്നിരിക്കുകയാണ്. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോട് ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്ക് നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്തും നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വേറൊരു ദൈവം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതിങ്ങനെ എഴുതത്തില്ലായിരുന്നു. ഇല്ലാത്തത് കൊണ്ടാണ് എഴുതിയത്. ഈ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഹല്ലേലൂയ. എത്രമാത്രം ശക്തമായിട്ടാണ് ഈ വേർഡ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങളെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ക്യാൻസർ 4th സ്റ്റേജ്, നിങ്ങളുടെ ഷുഗർ ഇത്രയുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ തൈറോയ്ഡ് ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്, നിങ്ങൾക്ക് അൾസറാണ്, നിങ്ങൾക്ക് ഹാർട്ടിലെ ഹോൾസ് ആണ്, നിങ്ങളുടെ കിഡ്നി ബോർഡറിലെ കല്ലുണ്ട്, യൂറിയനിലെ പ്രോബ്ലം ഉണ്ട്, നിങ്ങളുടെ കിഡ്നിയിൽ കല്ലുണ്ട്, നിങ്ങളുടെ യൂട്രസിലെ മുഴയുണ്ട്, നിങ്ങളുടെ ബ്രസ്റ്റിലെ മുഴയുണ്ട്, അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഇതെല്ലാം വെച്ച് തലയെ വെച്ച് ചുമന്നുകൊണ്ട് മീൻകാരൻ മീനെ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ട് നടക്കാനല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കർത്താവ് നിങ്ങൾക്ക് സഹായിക്കും. ഈ 6ാം അധ്യായം അവസാനിക്കാൻ പോവുകയാണ്. നിന്റെ വേദനയും അവസാനിക്കാൻ പോവുക. ഈ 6ാം അധ്യായം അവസാനിക്കാൻ പോവുകയാണ്. നിന്റെ കണ്ണുനീരിന് അവസാനിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർക്ക് ഞാൻ പറയാണ്, നിന്റെ ബന്ധനങ്ങൾ അഴിയാൻ പോവുകയാണ്. നീ ഒരു കേടുമില്ലാതെ ഒരു ആപത്തുമില്ലാതെ ദാനിയേൽ വെളി വന്നതുപോലെ വെളിവരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദീർഘായുസ്, യേശുവിന്റെ നാമത്തിൽ ശരീരസുഖം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഇത് നിങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ഏതെല്ലാം വിഷയം, ഞാനൊരു മച്ചിയ, എനിക്കൊരു കുഞ്ഞ് ജനിക്കാതെ, എന്റെ പ്രായം ഇത്രയായി, എനിക്കൊരു വിവാഹം നടക്കാതെ, ഞാൻ തലകീഴ നിന്നാലും എനിക്ക് പ്രായമായി, വയസ്സായി, എനിക്കൊരു വീട് പണിയുള്ള പ്രാപ്തിയില്ല, എന്റെ കുഞ്ഞുങ്ങൾ കരകയറത്തില്ല, എനിക്ക് ഇങ്ങനാണ്, എനിക്ക് അങ്ങനാണ്, ഞങ്ങൾക്കാരോ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര തടസ്സങ്ങളാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ഈ പറയുന്നത്, പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കേട്ടിട്ട് വിട്ടുവിടത്തില്ല. ദൈവം നിനക്ക് അത്ഭുതം പ്രവർത്തിക്കും, വിടുതൽ തരും, അത്ഭുതം പ്രവർത്തിക്കും, അത്ഭുതം നടക്കും. ഇന്ന് നിശ്ചയം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ പ്രവചിച്ച് പറയാണ്, നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ സാക്ഷ്യം ലോകം മുഴുവൻ അറിയാൻ പോവുകയാണ്. നാട്ടുകാരും വീട്ടുകാരും മുഴുവനും അറിയാൻ പോവുക. ഇന്ന് ഈ ദാനിയേലില്ല, ഇന്ന് ഈ രാജാവില്ല, ആ കാലത്തിൽ നിന്ന് ഒരുത്തരുമില്ല. എങ്കിലും ദൈവത്തിന് സ്തോത്രം, ഇവിടെ വിളിച്ചു പറഞ്ഞ സത്യം ഇന്നും ഘോഷിച്ചുകൊണ്ടിരിക്കാൻ കാരണം പ്രാർത്ഥിക്കുന്നവൻ മുറിക്കകത്തുനിന്ന് രഹസ്യമായിട്ടാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ അത് പരസ്യമായി. ആര് പരസ്യമാക്കി? ദൈവം പരസ്യമാക്കി. ആരാണ് കാരണം? ഈ രാജാവാണ് കാരണം. അങ്ങേരാണ് ഇത് എഴുതുന്നത്. എന്തുവാ പറയുന്നത്? അവൻ ആമീൻ, കർത്താവിന് സ്തോത്രം. എത്രമാത്രം ശക്തമായിട്ടാ പറയുന്നത്, എത്രമാത്രം അധികാരത്തോടെ എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. നമ്മുടെ ഇന്നേക്ക് ഭരണകൂടത്തിൽ ഇരിക്കുന്നവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ കഴിയത്തില്ലയോ? നിശ്ചയം കഴിയും. നമ്മൾ ആത്മാർത്ഥമായി ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ഭരണകൂടത്തിൽ ഇതെല്ലാം നടക്കും. അവന്മാരുടെ കൈ കൊണ്ട് എഴുതുവാൻ കർത്താവിന് ഒരു അല്പസമയം മതി. ദൈവം ഈ കൽപ്പന പുറപ്പെടുവിക്കാൻ അല്പസമയം മതി. പക്ഷേ നമുക്ക് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥനയില്ല. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലോട്ട് പോകുന്നില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇതാണ് വിഷയം. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ നോക്കണം. എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞോ എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ഇരുന്നൊന്ന് നോക്കണം. നമ്മൾ എത്ര വർഷങ്ങളായി ചില വിഷയത്തിന് പ്രാർത്ഥിക്കുന്നു, കാലങ്ങളായി പ്രാർത്ഥിക്കുക, എന്തുകൊണ്ട് മറുപടി വരുന്നില്ല? ഒന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് കരയുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവിടെ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? കർത്താവിന് സ്തോത്രം. ദൈവം സർവശക്തനാണ്. ദൈവം വിളിച്ചു പറയാണ്, എന്റെ ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോട് ഇരിക്കണമെന്ന്. എന്റെ കർത്താവിന് സ്തോത്രം. അവിടെ പറയുന്നുണ്ടോ? എന്റെ രാജപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ. രാജാവ് പറഞ്ഞു എന്റെ ദൈവമല്ല, ദാനിയേൽ എന്നുള്ള വേർഡ് അവിടെ പതിച്ചിരിക്കുന്നുണ്ടോ? ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ.
ആമേൻ ആമേൻ. ഇവിടെ പറയുന്നത് നല്ല ശ്രദ്ധിക്കണേ. എന്റെ രാജപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോട് ഇരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. എന്തെന്ന് ചോദിച്ചാൽ, അവൻ ജീവനുള്ള ദൈവവും എന്നേക്ക് നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകുന്നു. മറ്റുള്ളവർക്കൊന്നും അഡ്രസ് ഇല്ല, മറ്റു ദൈവങ്ങൾക്കൊന്നും അഡ്രസ് ഇല്ല. പക്ഷെ ഈ രാജ്യത്ത് നശിച്ചു പോകുന്നില്ല. ഈ ദൈവം ഇന്നുമുണ്ട്, ഈ ദൈവം എന്നുമുണ്ട്, ഈ ദൈവം എന്നേക്കുമുണ്ട്. ഇതാണ് രാജാവിന്റെ കൽപ്പന. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം ഒന്ന് ആനന്ദിക്കണ്ടേ, ഒന്ന് സ്തോത്രം പറയണ്ടേ, ഒന്ന് സന്തോഷിക്കണ്ടേ. ഇതങ്ങോട്ട് മൂടി വെച്ച് ഒതുക്കി വെച്ച് പോയി ചുരുണ്ട് കിടക്കാനല്ല പറയുന്നത്. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം, ബലം പ്രാപിക്കണം, ഇന്ന് വിടുതൽ പ്രാപിക്കണം. 6-ാം അധ്യായം കഴിയാൻ പോവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം കഴിയാൻ പോവാ, നിങ്ങളുടെ കണ്ണുനീര് കഴിയാൻ പോവാ, നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ പോവാ, നിങ്ങളുടെ ക്യാൻസർ എല്ലാം മാറാൻ പോവാ, നിങ്ങളുടെ ബന്ധനെല്ലാം അഴിയാൻ പോവാ എന്നങ്ങോട്ട് ഏറ്റെടുക്കുക. ഇന്ന് അവസാനത്തെ ദിവസം, നാളേക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് അവസാനിക്കും. നമ്മൾ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റം നമുക്ക് തന്നു കഴിഞ്ഞു എന്നുള്ള ബോധ്യത ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഗോസ്പൽ വോയിസ് മൂലമായി നിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ദൈവം മാറാത്തവനാണ്. ഇവിടെ ദാനിയേൽ രാജാവ് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. കർത്താവ് എത്രമാത്രം വ്യക്തമായി അവൻ ജീവനുള്ള ദൈവം, എന്നേക്കും നിലനിൽക്കുന്നവൻ, അവന്റെ രാജ്യത്ത് നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നെന്ന് ഒരു രാജാവ് വിളിച്ച് പറയണമെങ്കിൽ എത്രമാത്രം ആ രാജാവിന്റെ ഹൃദയത്തിൽ ഈ ദാനിയേലിന്റെ പ്രാർത്ഥന ഫലിച്ചു. അവന്റെ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. ആ കഠിനമായിട്ടുള്ള ഹൃദയത്തെ ദൈവം മാറ്റി അങ്ങയുടെ വാഗൊണ്ട് ഇങ്ങനെ പറയുവാനും തന്റെ കൈകൊണ്ട് എഴുതുവാനും ദേശത്തൊരു കൽപ്പന പുറപ്പെടുവിക്കുവാനും എന്റെ ദൈവം അവിടെ ക്രിയ ചെയ്തല്ലോ. അങ്ങനെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഇത്രയും വലിയ കാര്യത്തെ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ദേശം അറിയണം, രാജ്യങ്ങൾ അറിയണം, കർത്താവേ നാട്ടുകാർ അറിയണം, വീട്ടുകാർ അറിയണം, സഭക്കാർ അറിയണം. എല്ലാവരുടെ മുന്നേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കൈ കൊടുത്തു. പ്രാർത്ഥന ഞങ്ങൾക്ക് വിടുതൽ തന്നു. പ്രാർത്ഥന ദൈവം കേട്ടു. ഞങ്ങൾക്ക് മറുപടി ലഭിച്ചു. ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം പ്രാർത്ഥനയാണ്. ഇന്ന് സൗഖ്യം കാണാൻ കാരണം പ്രാർത്ഥനയാണ്. എന്റെ റിപ്പോർട്ട് വന്നു, എല്ലാം നിൽ റിപ്പോർട്ടാണ്. എനിക്കിപ്പോ ക്യാൻസർ ഇല്ല, എനിക്കിപ്പോ അൾസർ ഇല്ല, എന്റെ ഹാർട്ടിൽ ഇപ്പോൾ ഹോൾസ് ഇല്ല, എന്റെ കിഡ്നിയിൽ സ്റ്റോൺ ഇല്ല, എന്റെ ബ്രസ്റ്റിൽ മുഴയില്ല, എന്റെ യൂട്രസിൽ മുഴയില്ല, ഞാനിപ്പോ മച്ചിയല്ല. എനിക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് ജോലിയുടെ ഓർഡർ വന്നു. ഞാൻ വീട് പണിയാൻ പോകുന്നു. കർത്താവ് വഴികൾ തുറന്നു തന്നു. എന്റെ കൈവിട്ടു പോയതെല്ലാം എനിക്ക് അത്ഭുതകരമായി നടന്നു. കുഞ്ഞുങ്ങളുടെ വയസ്സ് അധികമായി, വിവാഹ തടസ്സമായിരുന്നു. ആണ് ഈ പ്രാർത്ഥന കഴിയുന്നതോട് ഞങ്ങളുടെ വീട്ടിൽ കല്യാണാലോചന വന്നു. കുഞ്ഞുങ്ങൾക്ക് ദൈവം വഴി തുറന്നു. ഇങ്ങനെ ജീവനുള്ള സാക്ഷ്യങ്ങൾ വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വെളിയെ വരുവാൻ എന്റെ ദൈവം തമ്പുരാൻ സഹായിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തെ പ്രാർത്ഥിക്കുക. കഷ്ടതയിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗത്തിലൂടെ, മരണവഴികളിലൂടെ കടന്ന് നരകിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചാടി വെളി വരട്ടെ. വരുമ്പോൾ അവരെ പരിശോധിക്കുമ്പോൾ ദാനിയേലെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവൻ ഒരു കേടും സംഭവിക്കാതെ അവൻ വന്നതുപോലെ ഇന്നെല്ലാവരും ഒരു കേടുമില്ലാതെ, ഒരവയവത്തിനും കേടിരിക്കരുത്, ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തും ഒരു കേടില്ലാമേ, ക്ഷീണതയില്ലാമേ, ബലത്തോട്, സുഖത്തോട്, ആരോഗ്യത്തോട് എന്റെ ദൈവമേ നിന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഡെലിവറി ആകട്ടും, വിടുതലയാകട്ടും, അത്ഭുതം നടക്കട്ടും. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. വിടുതലിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ചങ്ങലയുടെ കണ്ണികളെല്ലാം തെറിക്കുന്നതിനായി സ്തോത്രം. രോഗത്തിന്റെ ബന്ധനങ്ങൾ, മരണത്തിന്റെ ബന്ധനങ്ങൾ ഇപ്പൊ അഴിയുന്നതിനായി സ്തോത്രം. എല്ലാ മരണശാപങ്ങളും, എല്ലാ രോഗബന്ധനങ്ങളും കർത്താവേ കുടുംബങ്ങളെ വർഷങ്ങളായി അടച്ചു വെച്ച് നശിപ്പിച്ചു തലനൂർക്കാൻ വയ്യാതെ നിന്റെ കുഞ്ഞുങ്ങളെ നാണിപ്പിച്ച് കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും, എല്ലാ പൈശാചിക ബന്ധനങ്ങളും, എല്ലാ രോഗത്തിന്റെ ബന്ധനങ്ങളും, എല്ലാ ശാപത്തിന്റെ ബന്ധനങ്ങളും, എല്ലാ ദാരിദ്ര്യങ്ങളും, കഷ്ടങ്ങളും, പട്ടിണികളും, നിന്ദകളും, എല്ലാ പൈശാചികന്റെ പോരുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് തകരണം. നിന്റെ കുഞ്ഞുങ്ങൾ വിടുതലാകണം. ദാനിയേലിന്റെ ദൈവം ജീവിക്കരുതെന്ന് എല്ലാവരും വിളിച്ചു പറയണം. ദാനിയേലിന്റെ ദൈവം ഇന്ന് എന്റെ കൂടെ ഉണ്ടെന്നുള്ളത് വിളിച്ചു പറയണം. എനിക്ക് എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അത് ദാനിയേലിന്റെ ദൈവമാണ്, അത് എന്റെ ദൈവമാണ്. എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു. എന്റെ കുടുംബത്തെ രക്ഷിച്ചു, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു, ഞങ്ങൾക്ക് വിടുതൽ തന്നു, ഞങ്ങൾക്ക് സൗഖ്യം തന്നു. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ സഭയെ മാനിച്ചു, ഞങ്ങളുടെ ശുശ്രൂഷയെ മാനിച്ചു. കുഞ്ഞുങ്ങളുടെ വിവാഹ കാര്യങ്ങൾ ദൈവം തടസ്സങ്ങൾ മാറ്റി. വീട് പണി
പണിയാൻ കർത്താവ് വഴി തുറന്നു. വേലയുടെ കാര്യങ്ങൾ, തടസ്സങ്ങൾ മാറി, എല്ലാ ശാപങ്ങളും മുറിഞ്ഞു, എല്ലാ കണ്ണുനീരും മാറി, എല്ലാ കഷ്ടങ്ങളും മാറി, എല്ലാ ഉപദ്രവങ്ങളും മാറി, എല്ലാം 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 യേശപ്പ ഞങ്ങൾക്ക് മാറ്റി തന്നു എന്നുള്ള ജീവനുള്ള സാക്ഷ്യം നിന്റെ കുഞ്ഞുങ്ങൾ മൂലമായി വെളിപ്പെടട്ടെ. പച്ച വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവനുള്ള സാക്ഷികൾ എഴുന്നേൽക്കട്ടെ, ജീവനുള്ള സാക്ഷികൾ എഴുന്നേൽക്കട്ടെ, ജീവനുള്ള സാക്ഷികൾ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പ്രാർത്ഥനയുടേതായി സ്തോത്രം, അത്ഭുതം പ്രവർത്തിച്ചതായി സ്തോത്രം. കർത്താവേ, വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നാളെ അനേകരുടെ സാക്ഷ്യങ്ങൾ വെളിയെ വരുവാൻ കർത്താവ് സഹായിച്ചാട്ട്. അവിശ്വാസത്തോടിരിക്കുന്നവരുടെ അവിശ്വാസത്തെ മാറ്റണമേ, അവരുടെ കണ്ണുകളൊന്ന് തുറക്കണമേ, അവരുടെ ഹൃദയത്തിൽ ഒരു ഭാരത്തെ നീ കൊടുക്കണമേ, വിശ്വാസത്തെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. 100% ഈ പ്രാർത്ഥനയെ ആമീൻ താല്പര്യത്തോടെ ഏറ്റെടുത്ത് വിശ്വസിച്ച് ഇതെന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ഒരു നല്ല വഴിയാണെന്നുള്ള ആ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും ഇന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ഇതേ കളിയാക്കുന്നവരും ഇതേ വേണ്ടാന്ന് തള്ളിക്കളയുന്നവരും അല്ല കർത്താവേ, ഏറ്റെടുക്കുന്നവർ, കരയുന്നവർ, ഇനി ഇതിനു വേണ്ടി കരയുവാൻ, അവരുടെ വിഷയത്തിനു വേണ്ടി കരയുവാൻ, അവരുടെ ബലഹീനത്തിനു വേണ്ടി കരയുവാൻ, രോഗത്തിനു വേണ്ടി കരയുവാൻ ദൈവം സമ്മതിക്കരുത്. ഇന്നൊരു അവസാനം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യാനായി സ്തോത്രം, പ്രാർത്ഥനയായി സ്തോത്രം, അത്ഭുതം പ്രവചനായി സ്തോത്രം, ജീവനുള്ള സാക്ഷ്യങ്ങൾ നീ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നു. കരങ്ങളിൽ അടിയനെ ബലപ്പെടുത്തിക്കാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയமாக പ്രാർത്ഥിക്കുക. ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എനിക്ക് ഇന്ന് തൊട്ട് കൺവെൻഷൻ തുടർന്ന് നടക്കുകയാണ്. കൺവെൻഷന്റെ മധ്യയിൽ നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥന എങ്ങനെയെങ്കിലും അയക്കാൻ നോക്കുന്നുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ, ബലം തരട്ടെ, ശക്തി തരട്ടെ. ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.